റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണവറ. ഇവനെ നീ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ? ആ പെണ്ണെവിടെയെന്ന്? അയ്യോ, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം നീ വിചാരിച്ച പോലും നടക്കില്ല. ഇനി ഒരിക്കലും നീ ഇത് ചെയ്യാനും പാടില്ല. ആരും ചെയ്യരുത്. അടുത്ത ഷൂട്ടിൽ നിന്റെ തലച്ചോറിച്ച് തരും. അതിനു മുമ്പ് ആ പെണ്ണെവിടെയെന്ന് പറ. വെറുതെ വിട്ടേക്കാൻ ഞാൻ. സത്യം പറയടാ. നിങ്ങളെ മിനിഞ്ഞാന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കണ്ണനെന്നൊരാൾ എനിക്ക് ഫോൺ ചെയ്തു. അവന്മാര് ഇന്നലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തോണ്ട് പോയി. 2 മിനിറ്റ് മുമ്പ് ഒരു വെള്ള BMW കാറില് ആ പെൺകുട്ടി അവർ കടത്തിക്കൊണ്ട് പോയത്. എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ് എടുത്തേ? ഹൃദയത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, അതോ ലിവറിന് വേണ്ടിയാണെന്ന് അറിയില്ല. അവര് ഓപ്പറേഷൻ ചെയ്ത് എടുക്കും. നന്ദനം കോട്ട് കോളനി ഒരുത്തനെ ശരിക്കും അടിച്ചു, മറ്റൊരുത്തനെ വെടിവെച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവന്മാർ ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൾക്കാരോട് വന്ന് കൊണ്ടുപോകാൻ പറ. ഓക്കെ. കോൾ ചെയ്യണമെന്നല്ലേ നിന്നോട് പറഞ്ഞേ? സാർ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിംഗ്. കൊച്ചുറങ്ങിയെന്ന്. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? നന്ദനത്തിൽ നിന്ന്. ഫാമിലി കൂടെയുണ്ടോ? വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെയാ, ബസ് സ്റ്റാൻഡ് റോഡ്. സാർ, ഒരു വൈറ്റ് BMW 86 ഇതിൽ പോയില്ലേ? ഇതിലേ പോയി സാറേ, നേരെ. താങ്ക് യു. ഇലങ്കോപൻ, ലേറ്റ് ആയി പോയത് ക്ഷമിക്കണം. വിമൻസ് കോളേജിൻ്റെ അവിടെ വരാൻ പറ്റുമോ? ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ യൂട്ടേൺ എടുത്താൽ മതി. റോങ് സൈഡിൽ വന്നാൽ മതി. വേഗം പാ പ്ലീസ്. ഓക്കെ സാർ. ഇളങ്കോപൻ, ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവളെ ആരെ തട്ടിക്കൊണ്ടു പോയതാ. ഏതോ മരുന്ന് കൊടുത്ത് ഉറക്കിയതാന്ന് തോന്നുന്നു. കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ശരി സാർ, ഞാൻ നോക്കാം. പ്ലീസ്. റിച്ചാർഡ്, നിങ്ങളുടെ ടീം 117 രാധാകൃഷ്ണൻ സ്ട്രീറ്റ് കടന്നു വരണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഷുവർ സത്യ. വിക്ടറിനെ അന്ന് വീണ്ടും കണ്ടു. വിശ്വസിക്കാനായില്ല. ഇതിൻ്റെ പിന്നിൽ അവൻ മാത്രമായിരുന്നില്ല, വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നേരെ പോയാൽ മതി.
എന്തിനാ എഴുന്നേറ്റിരിക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. എന്തോ കൊടുത്ത്? ബെൻസോഡൈസിപ്പിൻ കൊടുത്ത 1 മണിക്കൂറായി. ചെറുതാ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ കൊടുക്ക്. അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ. ഇൻട്രാബീനസ് പ്രൊപ്പഫോളിന് വേണ്ടി റെഡി ചെയ്യും. ഹാർട്ട് ട്രീറ്റ്മെന്റ്. വാമേ അകത്തേക്ക് വാ. എന്തു പറ്റി? ഇന്നാണെന്നല്ലേ പറഞ്ഞേ? സാറിനോട് പറഞ്ഞു, എന്തായാലും നോക്കിയിട്ട് വരാൻ പറഞ്ഞതാ. അല്ല, അത് പെട്ടെന്നൊരു മാച്ച് കിട്ടി. ഇന്നലെ രാത്രിയിലാ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. അദ്ദേഹത്തിനോട് വരാൻ പറ. ഇവളെ കണ്ടിട്ട് 15 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ഇത് ശരിയാകുമോ? മറ്റേ പെണ്ണ് 3 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ. അവള് തന്നെ USA നിന്ന് വരുന്ന 28 വയസ്സുള്ള പെണ്ണ്. വെയിറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം. ഒരാഴ്ച സമയമുണ്ടല്ലോ. അത് ഫ്ലൈറ്റ് കയറിയില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വരണം, അവളെ പൊക്കണം, പണിയുണ്ടേ. അവള് വരുന്ന വഴിക്ക് ദുബായിൽ നിന്നെങ്കിലും പൊക്കാന്നാണല്ലോ വിക്ടർ പറഞ്ഞത്. അവിടെ വെച്ച് നടത്താന്നാ പറഞ്ഞ. സാറിന് ദുബായ് സ്വന്തം വീട്ടിലെ പൂന്തോട്ടം പോലെയല്ലേ. അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലെന്നാ എന്റെ അഭിപ്രായം. ആ പെണ്ണ് കൈ കിട്ടിയതാണെന്നേ, രക്ഷപ്പെട്ടു. കുഴപ്പമില്ലെന്നേ. വിക്ടർ അത് തന്നെയാ ഫീൽ ചെയ്യുന്നത്. ഡോക്ടർ സമ്മതിച്ചോ? അല്ല, ഡോക്ടർ എവിടെ? ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും അസംബ്ലി ചെയ്യൂ. വിക്ടർ എല്ലാവരോടും വരാൻ പറഞ്ഞ്. 3 ഫോറിൻ ഡോക്ടേഴ്സ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഒരാള്, അനസ്തീഷ്യ കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. സാറിന് വേണ്ടെന്നാ പറഞ്ഞേ. നീ എന്ത് വേണേലും ചെയ്തോ. വേണമെങ്കിൽ എല്ലായിടത്തേക്ക്. എന്നും ചെയ്യുന്നതല്ലേ. ഈ പെണ്ണ് തന്നെ മതിയെന്നേ. കറക്റ്റ് മാച്ചിങ്. എന്ന് അങ്ങനെ ചെയ്യാല്ലേ? വരാൻ പറ, എല്ലാം തീർത്തേക്കാം. ഹലോ ഡോക്ടർ, റെഡി ആക്കിക്കോ. ഒരു ഹൃദയം പാഴ്സൽ. എല്ലാം റെഡിയാണ് സാർ. And that's when all hell broke loose. ആരാ? ഡോക്ടർ. പേര്? പേര് സത്യ. വിക്ടറിനെ അറിയാം. ID? ID ഇല്ല. വീട്ടിൽ വെച്ച് മറന്നു. എനിക്കവരെ നന്നായി അറിയാം. ഹാർട്ട് സർജൻ, ഡോക്ടറാണ്. മുകളിലെല്ലാം റെഡിയാണെന്നും പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും വിക്ടർ പറഞ്ഞു. വിക്ടറിന് ഫോൺ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ അവൻ ആ സമയത്ത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. ഇവിടുന്ന് നേരെ ഒന്ന് മേലോട്ട് പോയാൽ മതി. ആരാത്? ഡോക്ടറാന്നാ പറഞ്ഞേ. ഡോക്ടറല്ലടാ, പോലീസാ. പോലീസോ? പക്ഷെ പ്രശ്നമായി. ആരുടെ നീ? ഷൂട്ട് ചെയ്താ, ഷൂട്ട് ചെയ്തു. ഇവൻ പോലീസാന്നാ തോന്നുന്നേ. ഇത് ഞാൻ നോക്കിയോളാം. ഒരടിയെടുത്ത് വെച്ചാ ഇതിനാണോ നീ ഡോക്ടറായത്? എല്ലായിടത്തും മാറ്റ. ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ.
6 ദിവസം എടുത്തു നിരഞ്ജനെ കണ്ടുപിടിക്കാനായിട്ട്. 6 ദിവസം. അവന്റെ സന്തോഷം ഞാൻ നോക്കി നിന്നു. Good response, officers. Thank you for coming. Satya. പോലീസ് ഫോഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തേ DC റിച്ചാർഡ് ആൻഡ് ടീം. പാരലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഞാൻ അതിനുവേണ്ടി അപ്പോളജൈസ് ചെയ്യാണ് എല്ലാവരോടും. ടു ഓൾ ഓഫ് യു ഫൈൻ ഓഫീസേഴ്സ്, ഇതൊരു ഇല്ലീഗൽ ലേത്തൽ ഓർഗൻ അറ്റാക്ക്. ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല. ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല. പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക. വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ്. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് ധാരാളം പേര് ഇരിപ്പുണ്ട് ഓർഗൻസിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ. അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത്. ബ്രോക്കേഴ്സ് ഉണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്. ആദ്യം അവരാരാണെന്ന് കണ്ടുപിടിക്കണം. ഏയ്, സുഖാണോ? ആ, സുഖമാ. വരുന്നോ? എന്റെ കൂടെ പോര്. വാ വാന്നേ. ഇവളുടെ പേരെന്താന്നാ പറഞ്ഞ? സുന്ദരി. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? അതായത് തെരുവിൽ ജീവിക്കുന്ന ആളുകൾ, അഡ്രസ് ഇല്ലാത്തവര്, സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവര്, വീടില്ലാത്തവര്, അവരെയാണ് ഈ ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ചെയ്യാൻ അവർക്ക് ആളുകളില്ല. അവരിൽ നിന്നും അവയവങ്ങൾ എടുത്തിട്ട് ബോഡീസ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും. 1 കോടി രൂപ. അതേ ലിവർ റെഡിയാണ് മാഡം. എന്നാൽ ഇത് എവിടുന്നാണ് വരുന്നത്? എല്ലാം ലീഗലാണ് മാഡം. കാരണം ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ മകൾക്ക് മാച്ച് ആകുന്ന ലിവർ കൊടുക്കുന്ന ഡോണർ ഇവിടെ ഉണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോണറുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. സമയം കുറവാ. മാഡം ഒരു തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ഫോറിൻ ഡോക്ടേഴ്സിനെ വരുത്തും. അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ്. അതാണ് സത്യവും. നമ്മുടെ നാട്ടിലുള്ള 2 ഡോക്ടേഴ്സിനെയും പല പല ലാബുകളിലുള്ള ബ്ലഡ് റിപ്പോർട്ട്സും കണ്ടതാണ്. ഒരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന സർജറി ടീം അവിടെയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നില് വിക്ടർ മനോഹർ എന്നൊരാളും. നിങ്ങളിൽ പലർക്കും അവനെ അറിയില്ല. എനിക്ക് അവനെ പേഴ്സണലായിട്ട് അറിയും. SCRBയിൽ അവൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. വെല്ലൂർ ജയിലിൽ മാത്യു ഓപ്പറേഷനിലാണ് അവനെ കണ്ടത്. അതിനുശേഷം ഞാൻ അവനെ ഇപ്പോഴാണ് കണ്ടത്. ഞാനാകെ അന്തിച്ചു പോയി. ആ വിക്ടറിന്റെ റിപ്പോർട്ട് എത്രയും വേഗം ഒന്ന് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും? സത്യ, സൂപ്പർ. നിന്ന് തകർത്തു. കുറച്ചു നേരം ഇരുന്നൂടെ? വിക്ടറിനൊരു ലുക്കൗട്ട് ഇഷ്യൂ ചെയ്യും വേഗം. അടുത്തതായി വിക്ടറിന്റെ ലിസ്റ്റിൽ ഒരു പെണ്ണിന്റെ പേര് കൂടി വന്നിട്ടുണ്ട്. പേര് ദേവിക. ആ പെണ്ണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. 4 ദിവസം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വരും. വന്ന ഉടനെ അവളെ പൊക്കണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടതാ. എന്നാൽ ആരോ ഒരാൾ എവിടെയോ ഒരു ഹൃദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതുവരെ നമുക്ക് അവരെപ്പറ്റി മനസ്സിലായത് 2 വിഷയമാണ്. നിരഞ്ജനയുടെയും ദേവികയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ. അയാളെ രക്ഷിക്കാൻ ഒരുപാട് പേർ. അവൻ്റെ വണ്ടിയും ലൈസൻസ് പ്ലേറ്റ് നമ്പറും എനിക്കറിയാം. ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതോ മേലേക്ക് പോവാണോ? ആഗ്രഹമുണ്ട്, ലക്ഷ്യമില്ലാത്ത ജീവിതം. ഞാനൊരു നമ്പർ തരാം. അവനെ ജോലി പഠിപ്പിച്ചത് ഞാനാ. അവൻ്റെ പേര് വിക്ടർ. ഒരു ബ്രോക്കറേജ് സിസ്റ്റത്തിൽ പോകുന്നു. ഹ്യൂമർ ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. നമസ്കാരം. ഹലോ സാർ. പറഞ്ഞു, എല്ലാം മാച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെയ്യാല്ലേ? എനിക്കൊരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കണം. ഒരു ജീവന് വേണ്ടിയാണ് ഇതെല്ലാം. ഇതൊക്കെ പ്രശ്നമായ ചാകുന്നതാ നല്ലത്. ഇത് ഒരു പെണ്ണ. അവളിപ്പോൾ ഇവിടെ ഇല്ല. അമേരിക്കയിലാണുള്ളത്. നാട്ടിലേക്ക് വരാനൊരു 10 ദിവസം ആവും. വന്ന ഉടനെ പൊക്കിയേക്കാം. അത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം. ഒരുപാട് പണം അതിനു വേണ്ടി കൈമാറിക്കഴിഞ്ഞു. കൊടുത്ത കാശിന് ബദലായി വിക്ടർ 2 പേരെ കൊണ്ടുവരുമെന്നാണ് വിക്ടർ പറഞ്ഞത്. ഹൃദയം കടം വാങ്ങാൻ പോവല്ലേ? ആ കൊച്ചിൻ്റെ പേരെന്തുവാ? ദേവിക. ദേവിക. ഈ ദേവികയ്ക്ക് പകരമാണ് അന്ന് ആ പാവം നിരഞ്ജനയെ അവർ പൊക്കിയത്. ഇനി ദേവികയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. You got my passport, man. Hey, get me out of here, okay? Come on, man. I didn't sign up for it. Today only. Program cancel, okay? Tomorrow again surgery.
അറസ്റ്റ് ആയവരെല്ലാരും ഇപ്പോ D1-ലല്ലേ ഉള്ളത്? അതെ സാർ, 2 പേര് വെട്ടേറ്റ്, 3 പേര് ബുള്ളറ്റ് അകത്ത് കയറി GH-ൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഈ വിക്ടറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യെസ് സാർ. സർ, എനിക്ക് എൻ്റെ ഗൺ അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ. ഇൻഫാക്റ്റ് ഒരു മന്ത്രം പോലെ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കൊലവറി എന്ന് പേരുള്ള ഒരുത്തൻ, ഒരുപക്ഷെ നിങ്ങൾ അവനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു തെരുവുനായ വെടികൊണ്ട് മരിച്ചു എന്ന് പത്രത്തിൽ വന്നേനെ. അതുപോലെ വെടിവെക്കാൻ തോന്നി. പക്ഷെ അത്ര ദേഷ്യം വന്നിട്ടും ഞാൻ മുട്ടിന് താഴെ വെടിവെച്ചേ. ടോട്ടൽ 6 റൗണ്ട് ഫയർ ചെയ്തു. ഇതാ സാർ എൻ്റെ ഗണ്ണ്. സറണ്ടർ ചെയ്യാണ്. സത്യ, ദി മീറ്റിംഗ് സർജന്റ്. ജെന്റിൽമാൻ, താങ്ക് യു വെരി മച്ച്. നാളെ രാവിലെ വീണ്ടും കാണാം.